ബ്രിട്ടനിലും ഫ്രാൻസിലും ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബ്രിട്ടനിൽ ജൂലൈ 4-ാം തീയതിയും ഫ്രാൻസിൽ ജൂലൈ 7-ാം തീയതിയും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഫ്രാൻസിലത്തേത് രണ്ടാമത്തേതും ഫൈനലായിട്ടുള്ള പോളിംഗ് ആണ് ജൂലൈ 7-ാം തീയതി നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ തമ്മിൽ വളരെയധികം പല കാര്യങ്ങളിലും സാമ്യതയുണ്ട്. പ്രത്യേകിച്ച് വലതുപക്ഷ പാർട്ടികളുടെ സ്വാധീനം കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഫ്രാൻസിലേത് അപകടകരമായ രീതിക്ക് കൂടാൻ പോകുന്നു എന്നാണ് അഭിപ്രായ വോട്ടുകൾ എല്ലാം പറയുന്നത്. അതേസമയം ബ്രിട്ടനിലേത് ഭരണകക്ഷിക്ക് സ്വാധീനം കുറയുകയും അതിനേക്കാളും വലതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാകാൻ പോവുകയും ചെയ്യുന്നു എന്നാണ് അഭിപ്രായ വോട്ടുകൾ ബ്രിട്ടനിൽ പറയുന്നത്. ബ്രിട്ടനിൽ ഇപ്പോൾ ഭരിക്കുന്ന വലതുപക്ഷ പാർട്ടിയായ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ശരിക്കും പരാജയപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വരെയുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ, ദിവസങ്ങളല്ല വേണമെങ്കിൽ മണിക്കൂറുകൾ എന്ന് പറയാം, ബാക്കിയുള്ളപ്പോൾ വരുന്ന അഭിപ്രായ വോട്ടെടുപ്പുകൾ ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. അത് മറിച്ചാവാൻ ആ രീതിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഋഷി സുനക്കിന് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഈ അഭിപ്രായ വോട്ടുകളെല്ലാം തന്നെ പറയുന്നത്. ഇവിടുത്തെ അപകടം ഈ വലതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് റിഫോം UK എന്ന് പറയുന്ന നൈജൽ ഫറാജിന്റെ ഒരു പാർട്ടി തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ ഋഷി സുനക്കിന്റെ പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന വോട്ടുകൾ പോകുന്നത് ഈ പാർട്ടിയിലേക്കാണ്. അപ്പോൾ അതാണ് വളരെ അപകടം പിടിച്ചത്. കുടിയേറ്റ വിരുദ്ധ വർണ്ണവിവേചനം ശരിക്കുമുള്ള ഒരു പാർട്ടിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ വംശീയമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവന പ്രധാനമന്ത്രി പോലും പബ്ലിക്കായിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഈ എടുത്ത് പറഞ്ഞ് വലിയ പ്രശ്നമായതാണ്. അതായത് എഫിങ് പാക്കി എന്നാണ് വിളിച്ചത്. അപ്പോൾ വളരെ മോശപ്പെട്ട ചീത്ത വാക്ക് ഉപയോഗിച്ചിട്ട് പാക്കി എന്ന് വിളിക്കുന്ന ഇന്ത്യക്കാരെയും ഏഷ്യക്കാരെയും മൊത്തത്തിൽ അപമാനിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു വാക്കാണ് ബ്രിട്ടനിൽ. അപ്പോൾ അങ്ങനെ വിളിക്കുകയും പ്രധാനമന്ത്രി വളരെ ഇമോഷണലായിട്ട് തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് സൂചിപ്പിക്കുന്നത് ഈ പാർട്ടിയുടേതാണ്. റിഫോം UKയുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ പറയുന്നതാണ്. അത് ചാനൽ 4 ടെലിവിഷനിലെ ഒരു വാർത്തയിൽ ഈ സംഗതി രഹസ്യമായിട്ട് പിടിച്ച് അവർ പുറത്തു കാണിച്ചതാണ്. അവർ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്ന് ഇങ്ങനെ രഹസ്യമായിട്ട് പിടിച്ച് അതിലൂടെയാണ് ഈ പ്രവർത്തകരുടെ മനോഭാവം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന് ശേഷം വന്ന ഒപ്പീനിയൻ പോളിലൊന്നും ഇതിനെതിരായിട്ട് ഉള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതായത് അതുകൊണ്ട് ഇനി റിഫോം UKക്ക് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ നിർത്താം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറാം എന്നുള്ള നിലയ്ക്കൊന്നും അഭിപ്രായ വോട്ടിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ അത് കാട്ടുന്നത് ആ ഒരു ഈ വർണ്ണവിവേചനത്തിൻ്റെതായിട്ടുള്ള ആ മെന്റാലിറ്റി ഈ പാർട്ടി അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരം മീഡിയയിൽ ശരിക്കും നൈജൽ ഫറാജ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതാവ് ആ പ്രശ്നത്തിന് നേരെ അയാൾ ശരിക്കും അറ്റാക്കിന് വിധേയനാകാറുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ അയാളത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നെങ്കിലും ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരന്തരം ഈ റേസിസത്തിന്റെ സംഗതി പുറത്തു കൊണ്ടുവരുന്നതാണ് പല പ്രവർത്തനങ്ങളും. ബ്രിട്ടനിലെ വലതുപക്ഷത്ത് ഈ വളർന്നു വരുന്ന റിഫോം UK എന്നുള്ള പാർട്ടിക്ക് ഇപ്പോൾ ഒപ്പീനിയൻ പോളിൽ ഏകദേശം 15% അതിൽ കൂടുതലും ഒക്കെ ഇങ്ങനെ അല്പം മാറിയൊക്കെ വരുന്നുണ്ട്. അതാണ് ഒപ്പീനിയൻ പോളിൽ കിട്ടിയിരിക്കുന്ന ശതമാനം. പക്ഷെ അതുകൊണ്ട് ഒരു പാർലമെന്റ് MP എങ്കിലും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്.
കാരണം ഈ കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ബ്രിട്ടനിൽ ഈ വർണ്ണവിവേചനത്തിനെതിരായിട്ട് പരക്കെ പ്രവർത്തിക്കുന്ന വളരെ ആദരിക്കപ്പെടുന്ന റണ്ണിമേഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റൊക്കെ പറയുന്നത് ശരിക്കും ഈ പുതിയ ഗവൺമെൻറ് നടപടികൾ അർജൻറ്റായിട്ട് എടുക്കുക, അസമത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അർജൻറ്റായിട്ട് എടുക്കാത്തടത്തോളം കാലം ഈ ജനങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും ഈ റിഫോം UK പോലുള്ള പാർട്ടികൾ മുതലെടുക്കുകയും അത് സമൂഹത്തിനൊരു വലിയ വിപത്തായി വരികയും ചെയ്യും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ പാർട്ടികൾ 30% വോട്ട് നേടിയപ്പോഴാണ് പ്രസിഡന്റ് മാക്രോൺ ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പ് വിളിച്ചത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട 577 അസംബ്ലിയിലേക്ക് മെമ്പറുള്ള അസംബ്ലിയിലേക്ക്, നാഷണൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സമയമായില്ലായിരുന്നു. പക്ഷേ മാക്രോൺ പെട്ടെന്ന് വിളിക്കുകയും അതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ തീരുകയും ചെയ്യുകയാണ്. അതായത് ആദ്യമായിട്ട് ഈ വലതുപക്ഷ പാർട്ടി അവിടെ അധികാരത്തിൽ ശരിക്കും സ്വാധീനമുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഈ അസംബ്ലിയിൽ അവർക്ക് ഭൂരിപക്ഷം തന്നെ നേടാൻ കഴിയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെ കാര്യം നോക്കുമ്പോൾ മിക്ക രാജ്യങ്ങളിലും വലതുപക്ഷ പാർട്ടികൾ സ്വാധീനം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു അപവാദമായിട്ടുള്ളത് പോളണ്ടും സ്പെയിനും മാത്രമാണ്. ഫ്രാൻസിലെ കാര്യം നോക്കുമ്പോൾ ഫ്രാൻസിലാണെങ്കിൽ അവിടെ ഏകദേശം ഒരു 5 തലമുറയോളം ജീവിക്കുന്ന 6 മില്യൺ മുസ്ലിം ജനതയുള്ള ഒരു രാജ്യവും കൂടിയാണ്. അപ്പോൾ തീവ്ര വലതുപക്ഷത്തിൻ്റെ സ്വാധീനം അവിടെ കൂടുമ്പോൾ അവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരായ ആളുകൾ അവർ ശരിക്കും ഭീതിയിൽ കഴിയേണ്ട ഒരവസ്ഥ നേരിടുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പറയുന്ന വീണ്ടും ബ്രിട്ടനിൽ പറയുന്ന അതേ സംഗതി തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഗവൺമെൻറ്റുകൾ നീങ്ങുമ്പോൾ അതിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതലെടുത്താണ് ഈ വലതുപക്ഷങ്ങൾ മുന്നോട്ട് വരുന്നതെന്നും അതിനാണ് പരിഹാരം കാണേണ്ടതുള്ളതെന്നുമാണ് ഈ കാര്യവിവരമുള്ള ആളുകൾ അവിടെ ഗവൺമെൻറ്റുകളെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി 2 മലയാളികൾ സ്ഥാനാർത്ഥികളായുണ്ട്. ലണ്ടനിലെ സൗത്ത് ഗേറ്റ് ആൻഡ് വുഡ് ഗ്രീൻ നിയോജക മണ്ഡലത്തിൽ നിന്നും എറിക് സുകുമാരനാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ്, അമേരിക്കയിലെ പെൻസിൽവേനിയ എന്നീ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച എറിക്കിൻ്റെ ജീവിത പങ്കാളി ലിൻസിയാണ്. ആറ്റിങ്ങൽ സ്വദേശി ജോണി സുകുമാരൻ്റെയും വർക്കല സ്വദേശി അനിത സുകുമാരൻ്റെയും മകനാണ് എറിക്. സോജൻ ജോസഫാണ് കെൻറ്റിലെ ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഹെൽത്ത് കെയർ ലീഡർഷിപ്പിൽ ബിരുദാനന്തര ബിരുദമുള്ള സോജൻ ജോസഫ് 22 വർഷമായി NHSൽ പ്രവർത്തിക്കുന്നു. ആഷ്ഫോർഡ് കെൻറ്റിൽ ഭാര്യയും 3 മക്കളുമൊത്ത് താമസിക്കുകയാണ് സോജൻ ജോസഫ്. അങ്ങനെ 14 വർഷത്തെ നിരന്തരമായ നിയമപരമായ വേട്ടയാടലും ജയിലിലടക്കലും ഒക്കെ കഴിഞ്ഞ് ജൂലിയൻ അസാഞ്ച് എന്ന പത്രപ്രതിനിധി ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിലെ ഹൈക്കോർട്ടിന് മുമ്പിൽ വൻപിച്ച പ്രകടനം തന്നെ നടക്കുകയുണ്ടായി, ഏതാണ്ട് 2 മാസം മുമ്പ്. അപ്പോൾ അതിൽ അന്ന് വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന് എഴുത്തുകാരും പത്രപ്രവർത്തകരും, ഇന്ത്യയിൽ നിന്ന് ട്രേഡ് യൂണിയൻ്റെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഉള്ള ഒരു
ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു വലിയ ഒരു ജനവിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിലെ ഹൈക്കോർട്ടിന് മുന്നിലുള്ള പ്രകടനം കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു ഗവൺമെൻറ്റിനും ഇതുപോലുള്ള ശക്തമായ ഒരു പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ ആവില്ല എന്നത്. അദ്ദേഹം ഒരു 7 വർഷമാണ് ഇക്വഡോറിയൻ എംബസിയിൽ ഈ അമേരിക്കയുടെ നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അഭയം പ്രാപിച്ചത്. അവസാനം ഇക്വഡോറിയൻ എംബസിക്ക് താങ്ങാനാവാതെ വന്നപ്പോൾ ബ്രിട്ടന് കൈമാറുകയും ബ്രിട്ടൻ 5 വർഷത്തെ 5 വർഷമായിട്ട് ബ്രിട്ടനിലെ ജയിലിൽ കഴിയുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് ബ്രിട്ടനിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഈ ഒരു പ്രത്യേക ഉടമ്പടിയുണ്ട്. ഓസ്ട്രേലിയൻ അംബാസഡറൊക്കെ ഇടപെട്ട് ഒരു പ്രത്യേക ഉടമ്പടി പ്രകാരം അദ്ദേഹത്തെ ഇവിടുന്ന് അമേരിക്കയിലെ ഒരു ഐലൻഡിൽ കൊണ്ടുപോയിട്ട് ഇതുവരെ ജയിലിൽ കിടന്നതും ഈ ഉള്ള കാലം കണക്കിലെടുത്ത് അങ്ങനെ അവസാനം ആ ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ, അതായത് വലിയ എമൗണ്ട്, ഒരു ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ചാർട്ടർ ചെയ്ത് നേരെ ആ അമേരിക്കൻ ഐലൻഡിലേക്ക്, അതായത് പൗണ്ടിൽ പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷ് പൗണ്ടിൽ പറയുകയാണെങ്കിൽ 3,50,000 പൗണ്ട് ചിലവായി ആ ഫ്ലൈറ്റിന്. ആ ഫ്ലൈറ്റ് അതിപ്പോൾ പബ്ലിക് സംഭാവന ചെയ്ത് ആ പൈസ അവർക്ക് കൊടുക്കാനാണ് ഇപ്പോൾ അതിനുവേണ്ടിയുള്ള സംഭാവനകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം 14 വർഷത്തെ നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. അതൊരു ഇൻ്റർനാഷണലായിട്ടുള്ളൊരു വലിയ ഇഷ്യമായിരുന്നു. അദ്ദേഹത്തെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന് കൊടുത്തു. ഓരോ കാരണം പ്രത്യേകിച്ച് ഇറാഖിലൊക്കെ നടന്ന ആക്രമണങ്ങളിലും അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളിലും വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നും പല രാജ്യങ്ങളിലെയും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയായിരുന്നു വിക്കിലീക്ക് ചെയ്തത്. അതിൽ ഇറാഖിലേതാണെങ്കിൽ ഈ 2 പത്രപ്രതിനിധികളെ ഉൾപ്പെടെ 8 പേരെ അമേരിക്കയിലിരുന്ന് ബട്ടൺ അമർത്തിയിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ ജോയ്സ്റ്റിക്കിൽ അടിക്കുന്നത് പോലെ ഗോച്ചു എന്ന് പറഞ്ഞിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇറാഖിനും അവരുടെ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന അപ്പാച്ചി ഹെലികോപ്റ്റർ വഴി ഈ ആളുകളെ വെടിവെച്ചിടുകയായിരുന്നു. ഓപ്പറേഷൻ നടക്കുന്നത് അമേരിക്കയിൽ നിന്ന് ബട്ടൺ അമർത്തി കൊണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ രഹസ്യമായിട്ടും അമേരിക്കയുടെ ഡിഫൻസിൻ്റെ വകയായിട്ടുണ്ടായിരുന്ന ഈ രഹസ്യ വീഡിയോകൾ പുറത്തു വന്നതിനെതിരായിട്ടായിരുന്നു ജൂലിയൻ അസാഞ്ചിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ 14 വർഷം നീണ്ട നടപടികൾ. അപ്പോൾ അദ്ദേഹത്തെ അമേരിക്ക കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ശിക്ഷ. അമേരിക്കയിൽ പോയിരുന്നെങ്കിൽ ഒരു 140 വർഷമെങ്കിലും അദ്ദേഹത്തെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ അമേരിക്കയിൽ വിടാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ ഡിഫൻസ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരായിട്ട് പറഞ്ഞിരുന്ന, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും 14 വർഷത്തിന് ശേഷം ജൂലിയൻ അസാഞ്ച് അങ്ങനെ സ്വതന്ത്രനായി. ഓൺ ദ ഡോട്ട് മീഡിയയ്ക്ക് വേണ്ടി ലണ്ടനിൽ നിന്നും മണപ്പൂർ സുരേഷ്.